BGM കൊണ്ട് സിനിമ മാറ്റില്ല എന്ന് പറയുന്ന കുറെ മൊണ്ണകളുണ്ട്, അവർക്കുള്ളതാണ് അനിരുദ്ധിന്റെ ബീജിയം. ആ ബീജിയം കൊണ്ടാണ് സെക്കൻഡ് ഹാഫ് പിടിച്ചിരിക്കുന്നത്. സിനിമയുടെ ചുരണ്ടി വെച്ചിട്ടുണ്ട്. RR, പുഷ്പ, KGF. ലാസ്റ്റ് KGFന്റെ വൈബൊക്കെ അടിച്ചാണ് വന്നത്. ദേവരെ കൊണ്ടാണ് KGF ആണ്. ഇത് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, എന്നാൽ പടം മോശവുമല്ല. അല്ല, തെലുങ്ക് നാട്ടിൽ പോയി അടി മേടിക്കാൻ എളുപ്പമാണ്, പക്ഷെ തെലുങ്ക് നാട്ടിൽ പോയി കൈയടി മേടിക്കാൻ പാടാണ്. ഹേ സിനിഫീൽസ്, വെൽക്കം ബാക്ക്. നഷ്ടപ്പെട്ട ബോക്സ് ഓഫീസ് കിങ്ഡം തിരിച്ചു പിടിക്കാനായി വിജയ് ദേവരക്കൊണ്ട എത്തുന്നു ഫ്രം ദ ഡയറക്ടർ ഓഫ് ജേഴ്സി മാസ് ആക്ഷൻ സംഭവം കിങ്ഡം. അപ്പോൾ അനിരുദ്ധാണ് മ്യൂസിക്. അതുപോലെ തന്നെ വില്ലനായിട്ട് തെലുങ്ക് ഓഡിയോ ലോഞ്ചിൽ പോയി മൊത്തം സീനും നോക്കിയത് നമ്മുടെ മലയാളി പയ്യൻ വെങ്കിടേഷും ഉണ്ട്. അപ്പോൾ ഓൾറെഡി സിനിമ വമ്പൻ പോസിറ്റീവൊക്കെയാണ്. മലയാളികളുടെ റിവ്യൂ അറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ കിങ്ഡം കണ്ടറിങ് ഓഡിയൻസിൻ്റെ റിവ്യൂലേക്ക് പോവാം. നേരെ റിവ്യൂലേക്ക്. തിയേറ്റർ കത്തിയെന്ന് പറയുന്നത് എങ്ങനെയുണ്ട്? ഇല്ല, അത്രയൊന്നും ഇല്ല. ഒരു ആവറേജ്, അത്രേ ഉള്ളൂ. ഒരു ജസ്റ്റ് ചുമ്മാ വാച്ചബിൾ കണ്ടോണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് എന്ത് പറ്റിയോ? ഒന്നുമില്ല, എനിക്ക് വേൾഡ് ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അതിൽ ഭയങ്കര കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആ ജേഴ്സി അതിന്റെ കട്ട ഫാനായിരുന്നു. അപ്പോൾ ആ ഡയറക്ടറിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് ഇംപാസം വൈബായി പോയോ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴത്തേക്കും? ഇല്ല, ഒന്നുമില്ല. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും പടത്തിൽ അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സാധനമൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ചുമ്മാ അങ്ങ് തീർന്നു. തുടങ്ങി എന്തോ ഒരു ലെവലിൽ പോയി അങ്ങ് തീർന്നു. ആ കയ്യിൽ കുറച്ചെങ്കിലും കൊള്ളായിരുന്നത് ആ ഇന്റർവൽ, ആ ഒരു ബ്ലോക്കായിരുന്നു. അനിരുദ്ധിന്റെ ബീജിയമിന് ദേവരക്കൊണ്ട് പ്രസന്റ് ചെയ്ത പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? അനിരുദ്ധ് മാത്രമാണ് ശരിക്കും പണിയെടുത്തിട്ടുള്ളത്. പിന്നെ ടെക്നിക്കൽ സൈഡെല്ലാം പക്കയായിരുന്നു. പക്ഷേ ഒരു പീക്ക് സാധനം മിസ്സിങ്, എന്തോ ഒരു സാധനം മിസ്സിങ് ആണ്. അതായത് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, എന്നാൽ പടം മോശവുമല്ല. ഒരു ഇൻകംപ്ലീറ്റ് ഫീലാണ്. റെട്രോ ഒക്കെ പോലൊരു തോന്നിയോ? റെട്രോ എനിക്ക് സലാറാണ് കുറച്ചുകൂടെ തോന്നിയത്. അല്ലേ, സെയിം അല്ലേ? സലാറോ പോലെയാണ് എനിക്ക് കുറച്ചുകൂടെ തോന്നിയത്. കാര്യം ആ വേൾഡ് ബിൽഡിങ്ങും ജനങ്ങളെ രക്ഷിക്കാൻ വരുന്നതും. അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഇല്ല. ഡയറക്ടറിന്റെ ഹൈപ്പിൽ വന്നതാണ്. പുള്ളിക്കാരൻ്റെ ജേഴ്സി പടം കണ്ടിട്ട് അതിന് ശേഷം എടുക്കുന്ന ഒരു പടം വേണ്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു പടത്തിന്റെ ഹൈപ്പിൽ വന്നപ്പോൾ അത്രയൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഒരുമാതിരി മറ്റേ റെട്രോ പടത്തിൻ്റെയൊക്കെ ഒരു ഇതുപോലെ രാജഭാവം പോകണം, അങ്ങനെ ഒരു ചേട്ടൻ അനിയന് ഇമോഷനൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കണക്റ്റ് ആയില്ല. പാസം വർക്കായില്ല. കുറേ സിനിമയുടെ ചുരണ്ടി വെച്ചിട്ടുണ്ട്. RR, പുഷ്പ, KGF. ലാസ്റ്റ് KGFന്റെ വൈബൊക്കെ അടിച്ചാണ് വന്നത്. അത്രയൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. നല്ലൊരു ബോട്ട് ചേസ് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു KGF എന്ന് പറയാനുണ്ടോ? ആ ഒരു അങ്ങനെ പുള്ളിക്കാരന്റെ ഈ അവസാനം ഇറങ്ങി 3 അപരാധങ്ങളിൽ കാട്ടി കൊള്ളാം, അങ്ങനെ പറയാം. അത് അത്രയും പറയാം. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? BGM കൊള്ളായിരുന്നു. തിയേറ്ററിൽ BGM ഒക്കെ അനിരുദ്ധിന്റെ പരിപാടി അനിരുദ്ധ സൈഡിൽ നല്ല കിടിലടി ചെയ്തിട്ടുണ്ട്. പിന്നെ വെങ്കടേഷ് പുള്ളിക്കാരൻ്റെ ബ്രേക്ക് ത്രൂ പടമായിരിക്കും. കാരണം അടുത്തടുത്ത തെലുങ്ക് പടത്തിനൊക്കെ നല്ല ഇപ്പം പണ്ട് GP പുള്ളിക്കാരൻ അല്ലു അർജുൻ്റെ വൈകുണ്ഠപുരത്തിൽ അഭിനയിച്ച ശേഷമുള്ള ബ്രേക്ക് ത്രൂ കിട്ടി കുറെ തെലുങ്കിൽ വില്ലൻ അടിച്ചില്ല. അതുപോലെ ഇദ്ദേഹത്തിനും കിട്ടുമായിരിക്കും ഇനിയുള്ള എല്ലാ പടത്തിനും വില്ലനായിട്ട്. ടോട്ടലി മാസാക്ഷം വൻ പരിപാടിയൊന്നും ഇല്ല. ഒരു ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, ഒരു നല്ല രസം എടുത്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അങ്ങനെ ഒരു എന്തൊക്കെ പോലെ പോയി, റെട്രോ പോലെ പോണ പോലെ പോയി. ടോട്ടലി പുറത്തൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. മലയാളികൾക്ക് അത് പുഷ്പ പോലെ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ കേരളത്തിൽ പുഷ്പ പോലെ നെഗറ്റീവ് ആണെന്ന് പറയില്ല ബ്രോ. ഒരു എബോ ആവറേജ് കണ്ടിരിക്കാം, തിയേറ്ററിൽ കണ്ടിരിക്കാം, സമയം ഉണ്ടെങ്കിൽ കണ്ടിരിക്കാന്നുള്ളൊരു പടം. നന്നായിട്ടുണ്ട്. ആ ചെറുക്കൻ നന്നായിട്ടുണ്ട് കേട്ടോ. സുഡ ലീര പയ്യൻ നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ദേവരക്കൊണ്ട് എങ്ങനെയുണ്ട്? ദേവരക്കൊണ്ട് ആവറേജ്. ചെറുക്കൻ നന്നായിട്ട് ഒരു അണ്ണൻ പാസ് ആക്കി കളഞ്ഞോ ക്ലൈമാക്സ്? മൊത്തം പാസ് തന്നെ. പാസ് രക്ഷകൻ എല്ലാം ഉണ്ട്. KGFന് മുളി വെക്കാനുള്ള ഐറ്റം ഉണ്ടോ? KGF ആയിട്ടൊന്നും ഇത് ദേവരക്കൊണ്ട KGF എന്നാണ് പറഞ്ഞത്. ദേവരെ കൊണ്ടാണ് KGF ആണ്. എന്ത് പറ്റി? ക്ലൈമാക്സ് ഇപ്പം പോയോ? ക്ലൈമാക്സ് ഭയങ്കര ദുരന്തമായി. BGM തിയേറ്റർ BGM ഒന്നും വലിയ ഒരു രസമില്ല. എന്നാലും ചെറുക്കം പൊളിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല സിനിമ. ബോറിംഗ് ഒന്നുമില്ല. 2.5 മണിക്കൂർ 45 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. സിനിമ തുടങ്ങിയും തീർന്നതൊന്നും അറിഞ്ഞില്ല. നല്ല സ്പീഡിൽ പോയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് കുറച്ച് ഇതായി പോയി. ബാക്കിയെല്ലാം കൊള്ളാം, നല്ല രസമുണ്ട്. സെക്കൻഡ് ഹാഫിലെത്തിയപ്പോൾ KGF നിന്ന് അങ്ങോട്ട് മാറിപ്പോയ പടം. സെക്കൻഡ് ഹാഫ് KGF നിന്ന് മാറി കുറച്ച് ഡ്രാമയായി, കുറച്ച് അമ്പലവും പ്രതിമയും രാജാവൊക്കെ വന്നു. പക്ഷെ എന്നാലും കൊള്ളാം. അവസാനത്തെ ഒരു പാട്ട് കൊണ്ടങ്ങ് എലിവേറ്റ് ചെയ്തോളാം. അനിരുദ്ധിന് വേണം നന്ദി പറയാം. BGM എങ്ങനെ ഉണ്ടായിരുന്നു? ആ BGM ദേവരക്കൊണ്ട് പ്രസന്റ് ചെയ്ത ഒരു പരിപാടി ഭയങ്കര ഒരു മാസ് ആക്ഷൻ എന്നൊക്കെ പ്രതീക്ഷിക്കാനുണ്ടോ? ഒരു ഹൈപ്പും അതിപ്പോൾ എല്ലാവരും പറയുന്നത് BGM കൊണ്ട് സിനിമ മാറ്റില്ല എന്ന് പറയുന്ന കുറേ മൊണ്ണകളുണ്ട്, അവർക്കുള്ളതാണത്. BGM കൊണ്ടാണ് സിനിമ മാറുന്നത്. ചുമ്മാ നടന്നു വരുമ്പോൾ ഒരു BGM ഇടുന്നത് ഇത് വേറൊരു എക്സാമ്പിളാണ്. ദേവരക്കൊണ്ട് നടന്നു വരുന്നില്ല, എലഹാഹെ വരുമ്പോൾ ഉള്ള ഒരു എലവേഷനാണ് ഈ സിനിമയുടെ മെയിൻ ഹൈപ്പ്. അപ്പോൾ അത് കൊള്ളാം. സെക്കൻഡ് പാർട്ടിനൊന്ന് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഡയറക്ടർ, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം സ്റ്റോറി തീർന്നിട്ടില്ല. കാര്യങ്ങളൊന്നും ഇല്ലല്ലേ, സർപ്രൈസിങ് ഒന്നുമില്ല, ഗൂസ് ബംസ് ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ല സീൻ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സിലെ ഫൈറ്റും പാട്ടും കൊള്ളാം. ബാക്കി കണ്ടോണ്ടിരിക്കാനുള്ള ബോറിംഗ് ഒന്നുമില്ല. കംബാക്ക് പടമായിട്ട് എടുക്കാനുണ്ടോ ഒരു ബോക്സ് ഓഫീസ്? ഡിയർ കോമ്രേഡിന് ശേഷം ഇതാണെന്ന് തോന്നുന്നു നല്ല പടം. ബാക്കിയെല്ലാം
വന്ന വഴിയെ തിരിച്ചു പോയി. സെക്കൻഡ് ഹാഫ് ഇമോഷൻസ് അത്ര അപരാധമായിട്ടില്ല. നോർമലി റെട്രോ അതുപോലെ തന്നെ ജിഗർദണ്ഡയിലൊക്കെ പോലെ ഇല്ല, നോക്കിക്കഴിഞ്ഞാൽ റെട്രോയുടെ ഇതിന്റെ സ്റ്റോറി ഏതാണ്ട് സെയിം ലെങ്ത് ആണ്, സെയിം സ്റ്റോറി വൈസ് ആണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ ജസ്റ്റ് മിസ് കൊള്ളാം, ജസ്റ്റ് മിസ്. ഓക്കെ, വിജയുടെ ആരും ഇത് അതൊക്കെയായിരുന്നു എല്ലാരും ഇങ്ങനെ സത്യം പറഞ്ഞ ഇതേ ചാനലിൽ ലൈഗർ ഇറങ്ങിയപ്പോൾ ഞാൻ പുള്ളി നോക്കിയിട്ടുണ്ട്. ഇതേ ചാനലിൽ ഇന്നൊരു 3 വർഷം കഴിഞ്ഞിട്ട് പുള്ളിയുടെ പടം വന്നിട്ട് ഞാൻ പറയുകയാണ് അടിപൊളിയായിട്ട് VDJ ചെയ്തിട്ടുണ്ട്. അടിപൊളി, ടോപ്പ് നോച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. VDJയുടെ ഒരു അടിപൊളി കമ്പാക്ക് ആയിരിക്കും ഈ പടം. പുള്ളി അന്നും ഇന്നും പുള്ളിയുടെ ബോഡി മെയിൻ്റനൻസ് പരിപാടി എല്ലാം പീക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പടത്തിൽ നല്ല എലിവേഷൻ സീൻസ് ഉണ്ട്. അത് അനിരുദ്ധിൻ്റെ കൂടെ എലിവേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്തോ 2 മണിക്കൂർ 50 മിനിറ്റ് ഒരു വലിയ പടമാണ്. പക്ഷേ ഒരു തരി ലാഗില്ല, എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല. ഞാൻ തെലുങ്ക് പടം ഫോളോ അപ്പ് ചെയ്ത ഒരാളാണ്ട് പറയുകയാണ്, എവിടെ ഒരു അല്ലല്ല അങ്ങനെ ഒരു പക്ക കൊമേഴ്ഷ്യൽ തെലുങ്ക് പടം അല്ല ഇത്. ഒരു തെലുങ്ക് പടം ഈ പടം കണ്ടുപിടിക്കുമ്പോൾ ഒരു തെലുങ്ക് പടം ഫീൽ കിട്ടൂല നിങ്ങൾക്ക്. പിന്നെ എടുത്തു പറയാനുള്ള വെങ്കി, പുള്ളി തൂക്കി. പുള്ളി ആ സ്പീച്ചിൽ പറഞ്ഞ പോലെ പുള്ളി തൂക്കി. പുള്ളിയുടെ ഒരു സാധനമുണ്ട്, ഓറയുണ്ട്. അല്ല, തെലുങ്ക് നാട്ടിൽ പോയി അടി മേടിക്കാൻ എളുപ്പമാണ്, പക്ഷെ തെലുങ്ക് നാട്ടിൽ പോയി കൈയടി മേടിക്കാൻ പാടാണ്. പുള്ളി അത് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ചെയ്തിട്ടുണ്ട്. പിന്നെ അനിരുദ്ധും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ചിലർക്ക് ഇമോഷൻ ഒന്നും വർക്കായില്ല എന്ന് പറഞ്ഞു. അതെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു പാസം അണ്ണൻ എലമെന്റ്സ് ഒക്കെ വന്നത്. ഇപ്പോഴൊരു കാര്യം പറയാനുള്ളത്, ഞാൻ മലയാളം ഓഡിയൻസ് കുറ്റം പറയുന്നതല്ല, പക്ഷേ ലിറ്ററലി എൻ്റെ ഓഡിയൻസിനൊരു പ്രശ്നമാണ്. ഈ സിനിമയിൽ ഒരു ഇമോഷൻ സാധനം കൊണ്ടുവന്നിട്ട് ചില ആൾക്കാർ ചില ആൾക്ക് വർക്കാവൂല. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അത് ഞാൻ പറയില്ല, ഞാനിപ്പോ ഇവൻ ഈ പടം കണ്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവർ എന്ത് പറയുന്നു? പുള്ളി ഇതേ ഡയറക്ടറിന്റെ പടമായിരുന്നു ജേഴ്സി, അത് ഫ്ലോപ്പായിരുന്നു. 2-3 വർഷം കഴിഞ്ഞിട്ട് കൾട്ടെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് നടന്നവന്മാരാണ്. ഇതും മിക്കവാറും അതുപോലെ ആയിരിക്കും. ചിലപ്പോൾ ഫ്ലോപ്പായിട്ട് പിന്നെ കൾട്ടെന്ന് പറയും. പക്ഷെ ആദ്യം കൾട്ടെന്ന് പറഞ്ഞാൽ പോലും നല്ല പടമാണ്, കാണാൻ പറ്റുന്ന ഒരു നല്ല പടമാണ്. VDJ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹിറ്റാനുള്ള സാധനമുണ്ട്. മ്യൂസിക് തന്നെയാണ് എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നത്. നല്ല മൂവിയാണ്. പിന്നെ ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമയൊന്നും അല്ല. പിന്നെ വിജയുടെയും നമ്മുടെ വെങ്കിയുടെയും പെർഫോമൻസ് കൊണ്ട് നല്ല മൂവിയാണ്. പിന്നെ സാധാരണ തെലുങ്ക് സിനിമകളിൽ കാണിക്കുന്ന എടുത്താൽ പൊങ്ങാത്ത നടക്കാത്ത കാര്യങ്ങളൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. കുറേ റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന ഒരു മൂവിയാണ്. പിന്നെ നമ്മുടെ സിനിമാറ്റോഗ്രഫി, നമ്മുടെ 2 മലയാളികൾ ഗിരീഷും ജോമോൻ, അവർ ഭംഗിയായിട്ട് സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് അത്രത്തോളം ഏറ്റില്ല എന്ന് പറയാം. ഇതിൽ പാട്ടിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടില്ല. അനിരുദ്ധ് മ്യൂസിക്കലെന്ന് പറഞ്ഞിട്ടേ ഉള്ളെങ്കിലും അത്രത്തോളം ഏറ്റിട്ടില്ല. പിന്നെ ഒരു സാധാരണ ഒരു തെലുങ്ക് സിനിമ ഇമോഷൻസ് ഒക്കെ ഇച്ചിരി കുറച്ച് മെലോ ഡ്രാമയാണ്. ഇത് അധികം ഒരു മെലോ ഡ്രാമ രീതിയിലാണ് പോയത്. ലാസ്റ്റ് മാത്രമേ കുറച്ച് ഫൈറ്റ്, അതും ഭയങ്കര നമുക്ക് എക്സൈറ്റഡ് ഉള്ള ഫൈറ്റിംഗ് ഒന്നുമല്ല. ഒരു ഓരോരുത്തരുടെയും പെർഫോമൻസ്, അത് വിജയുടെ ആയാലും വെങ്കിയുടെ ആയാലും അങ്ങനെ കുറേ പേരുടെ പെർഫോമൻസ് എലമെന്റ് ആണ് മെയിൻ. അതെ ആണ്. ഇത് ഭയങ്കര സൂപ്പർ ഹിറ്റാവുമെന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ എന്താ പറയുക, ഒരു വിജയ്ക്ക് അത്ര ചില സമയത്ത് ഒരു ആ സ്ക്രീനൊന്നും ഇതാക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ ബ്രദറായിട്ട് സത്യദേവ് നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പൾസ് കയറ്റിയത് അനിരുദ്ധാണ്. അനിരുദ്ധ് ഇല്ലെങ്കിലും അനിരുദ്ധിൻ്റെ ഒരു മാജിക്കൽ മ്യൂസിക്കൽ സംഭവം അതിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നായിക വലുതായിട്ട് എനിക്ക് വർക്കൗട്ട് ആയില്ല. അതിൻ്റെ അത് പുള്ളിക്കാർക്ക് ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടി. നമ്മളെപ്പോഴും ഒരു മാസാക്ഷൻ പരിപാടിയാണ് ഈ BGM അനിരുദ്ധിന്റെ എല്ലാം കണ്ട് പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ അതാണ് പലയിടത്ത് ഈ ചില സമയത്ത് വിജയ് ഡൗൺ ആകുമ്പോൾ അനിരുദ്ധ് കയറി അതിൻ്റെ ആ പൾസ് കൂട്ടുമ്പോഴാണ് നമുക്ക് കാണാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. പക്ഷെ ചില സ്റ്റൈലിൽ അത് വേണ്ടായിരുന്നു എന്നൊരു ഫീൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് വേണ്ട, അത് ഇങ്ങനത്തെ പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നല്ല പടം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് കുറച്ച് പടങ്ങൾ അല്പം ഡൗൺ ആയിരുന്നല്ലോ വിജയ് ദേവർ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഒരു ലിഫ്റ്റ് കിട്ടിയെന്ന് തന്നെ പറയാം. കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് പെർഫോമൻസ്. വിജയ് ദേവരെ കൊണ്ടെങ്കിൽ സത്യദേവും രണ്ടുപേരും നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ലിഫ്റ്റ് ആണ് വിജയ് ദേവരെ കൊണ്ടെങ്കിൽ. നല്ല രസമുണ്ട്, കൊള്ളാം. KGF സെക്കൻഡ് ഹാഫിൽ സലാർ ആയി പോയെന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ സലാറല്ല, ലൈഗർ തുടങ്ങിലും പറയാം. പക്ഷേ അനിരുദ്ധിന്റെ BGM കൊണ്ടാണ് സെക്കൻഡ് ഹാഫ് പിടിച്ചിരിക്കുന്നത്. അതായത് വിജയ് ദേവർകൊണ്ടയുടെ ഈ അവസാനം ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ പെർഫെക്റ്റ് കംബാക്ക്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല അതിലുള്ളിൽ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും കുറച്ച് ആവറേജ് സീരിയൽ ടൈപ്പ് ലെവലിൽ കൊണ്ടുവന്നെങ്കിലും അനിരുദ്ധ് ഒരു എവിടെ ഡൗൺ ആവുമെന്ന് അറിയാം. ആ ടൈപ്പിൽ അനിരുദ്ധ് ഒരു BGM ഒരു ലെവലിൽ കൊണ്ട് റെഗുലേറ്റ് വരച്ച് കൊണ്ടിട്ടുണ്ട്. മെയിനായിട്ട് അടുത്തുള്ള വെങ്കി എന്തോമോ നായകനേക്കാൾ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. അത് അന്യഭാഷയിൽ പോയിട്ട് സൂപ്പറായിട്ട് കിടില സ്ക്രീൻ പ്രസൻസും ആക്ടിങ്ങും ഒക്കെ വേറെ ലെവലാണ്. കഥ നമുക്ക് നോക്കുമ്പോൾ റെട്രോ ടൈപ്പ് കഥയൊക്കെയാണ്. പക്ഷേ ഈ ടൈപ്പ് റെട്രോയിൽ ചെയ്തിരുന്നെങ്കിൽ അത് കയറി കൊളുത്തിയെങ്കിൽ അത് ഒരു സെയിം സ്റ്റോറി ആയാലാണ് പറഞ്ഞത്. പക്ഷേ എടുത്ത രീതി രണ്ടും മാറിപ്പോയി. അവിടെ വർക്കായാലേ ഇവിടെ വർക്കായി, അത്രേ ഉള്ളൂ. ആക്ഷൻ സംഭവം എന്ന് പറയാനുണ്ടോ? ഒരു മാസം എന്ന് വെച്ചാൽ വിജയ് ദേവർകൊണ്ട, അതായത് നമ്മളെ ലൈഗറൊക്കെ കണ്ട് നിൽക്കുമ്പോഴത്തേക്കും മെച്യൂറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ
ആക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ പടം ആ റേഞ്ച് തന്നെ. സെക്കൻഡ് ഹാഫ് നമുക്ക് ഡൗൺ ആയി പോയെങ്കിലും അനിരുദ്ധി തന്നെയാണ് പടത്തെ പിടിച്ചു നിർത്തിയത്. വേറെ ഒന്നും പറയില്ല. ഭയങ്കര വർക്കാവും. പുഷ്പയൊക്കെ ഇവിടെ വർക്കായേക്ക് ഇതൊക്കെ ഉറപ്പായിട്ട് വർക്കാണ്. പുഷ്പയെ പോലത്തെ മോശം പടമൊക്കെ ഇവിടെ വർക്കാവണമെങ്കിൽ ഈ പടമൊക്കെ വർക്കാവണം. പക്ഷേ ആൾക്കാർ അംഗീകരിക്കില്ലായിരിക്കാം. പക്ഷേ ഈ പടം ഉറപ്പായിട്ടും തിയേറ്റർ വാച്ചിന് പറ്റിയ പടം തന്നെ. ഓക്കെ, ബിജിഎമ്മിന് വേണ്ടി കണ്ടിരിക്കുക. ബീജം എൻ്റെ അമ്മ അനിരുദ്ധ് വിജയെ പോലെ നടന്മാരെയൊക്കെ വെച്ച് അനിരുദ്ധ് ഇത്രയും വലിയ ബീജമൊക്കെ ഇട്ട് കൊണ്ടുവരണമെങ്കിൽ വിജയ് ദേവർകൊണ്ടയൊക്കെ വരുമ്പോഴത്തേക്ക് ഏത് ലെവലിൽ ചെയ്യണമെന്ന് അറിയാമല്ലോ. അനിരുദ്ധിന് അറിയാം ബീജം എവിടെ ഇട്ടാൽ എവിടെ ഹൈ ആവും. അത് ആ ലെവലിൽ ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷ എല്ലാം വൻ ഹൈപ്പിൽ വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയാം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഈ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് ഒരു നിമിഷം ലാഗില്ല. കാരണം ഒരു തെലുങ്ക് സിനിമ എന്ന് പറയുമ്പോഴേക്കും അറിയാലോ, 10 ഇടി ഇടിച്ചാൽ പറന്നു പോകുന്ന സാധനം, പിന്നെ ഒരു 5-6 പാട്ട് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ സാധനം മാറ്റിയിട്ട് നല്ല രീതിക്ക് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ക്രിസ്പായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു വാളിപ്പോളുള്ള കഥയാണ്. പുള്ളി നല്ല വെടിപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഈ പടത്തിൽ അനിരുദ്ധിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ, നവീനൂര് ആ പുള്ളി എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന സംഭവം ഉണ്ട്. പെർഫെക്റ്റ് എഡിറ്റ് ആയിരുന്നു. കാരണം ഓരോ സ്ലോ മോഷൻ സീൻസിനും ആ പാട്ട് വന്ന് സിംഗം നമുക്ക് കിട്ടുന്ന ഗൂസ് ബംസ് ഉണ്ട്. അത് വെറുതെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഇപ്പോൾ പറയുന്ന എൻ്റെ ഒപ്പീനിയൻ കാരണം ഇപ്പോൾ ഇതിന് മുമ്പ് ഇറങ്ങിയ പുള്ളിയുടെ പടം ജേഴ്സി തിയേറ്റർ ഇറങ്ങിയപ്പോൾ അത് ഫ്ലോപ്പായിരുന്നു. അത് പിന്നെ ഹിറ്റായി, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട്. ഇതിപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാതെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായത്. നിങ്ങൾ കണ്ടു നോക്കുക ബ്രോ. എനിക്ക് ഇഷ്ടപ്പെട്ട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കുറേ പടത്തിന് ഫ്ലോപ്പിന് ശേഷം വന്ന ഒരു സിനിമയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഡയറക്ടറിന്റെ പടം ഹൈ ഉണ്ടായിരുന്നു, അത് ഉറപ്പായിട്ടും. പക്ഷേ അത്രയ്ക്കൊന്നും വന്നില്ലെങ്കിലും പുള്ളി നല്ല രീതി എടുത്തിട്ടുണ്ട്. പിന്നെ വിജയ് ദേവർകൊണ്ട പിന്നെ മറ്റേ വെങ്കടേഷ് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ എനിക്ക് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചിട്ടുള്ളത്. നല്ലൊരു പടം.